രാഹുൽ ഗാന്ധിക്ക് വേണ്ടി ജീവൻ കളയാൻ ആയിരക്കണക്കിന് ആളുകൾ തയ്യാറാണ്. ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു സീറ്റിൽ CPM BJPയുമായി നേരിട്ട് ഏറ്റുമുട്ടുന്നുണ്ടെങ്കിൽ VK ശ്രീകണ്ഠൻ മൊട്ടയടിക്കാൻ തയ്യാറാണ്. മോദി വന്ന് ഒന്നും മിണ്ടിയില്ല. രാഹുൽ ഗാന്ധി ഇന്ത്യയിലെ പാവപ്പെട്ടവരുടെ മുഴുവൻ കാര്യം പറഞ്ഞു. അതാണ് മോദിയും രാഹുൽ ഗാന്ധിയും തമ്മിലുള്ള വ്യത്യാസം. രാഹുൽ ഗാന്ധി പാലക്കാട്ടെത്തി പ്രചരണം നടത്തിയതിനു ശേഷം വലിയ രീതിയിലൊരു ആവേശത്തിലാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയും കോൺഗ്രസിന്റെ പ്രവർത്തകരും. വലിയ ആവേശത്തിലാണ്. നിങ്ങൾ പരിശോധിക്കണം, നിങ്ങളുടെ പഴയ വീഡിയോസൊക്കെ എടുത്ത് പരിശോധിക്കണം. 2 മണിക്ക് ഇതുപോലെ ആയിരക്കണക്കിന് കൂടിയ ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ ഏത് മുന്നണിയുടെ സമ്മേളനമാണ് കോട്ട മൈതാനത്ത് നടന്നത്. അപ്പം ആവേശത്തിൻ്റെ അളവ് വളരെ ഉച്ചത്തിലാണ്, അത്യുഷ്ണത്തിൽ പോലെ തന്നെ ശക്തമായ രാഷ്ട്രീയ പോരാട്ടത്തിലാണ്. UDF പാലക്കാട് ജില്ല തമർത്തടുക്കും, ഒരു സംശയമാണ്. എല്ലാവരും പ്രതീക്ഷിച്ചത് പോലെ തന്നെ കർഷകർക്ക് ആവശ്യമായിട്ടുള്ള ആനുകൂല്യങ്ങളെല്ലാം പ്രഖ്യാപിച്ചാണ്. ഞങ്ങളൊന്നും പറയാതെ തന്നെ വളരെ ദീർഘവീക്ഷണത്തോടു കൂടി രാഹുൽ ഗാന്ധി ഇവിടെ പ്രഖ്യാപിച്ചു. ഇന്ത്യ സർക്കാർ അധികാരത്തിൽ വന്നാൽ പാലക്കാട്ടെയല്ല, ഇന്ത്യയിലെ മുഴുവൻ കർഷകരുടെയും വലിയ തോതിലുള്ള ഒരു കാർഷിക തടം എഴുതി തള്ളുമെന്ന്. എഴുതി തള്ളുമെന്ന് പറഞ്ഞില്ലേ? അത് മാത്രമല്ല, എഴുതി തള്ളിയ ഇന്ത്യയിൽ 88,000 കോടി രൂപ കാർഷികം എഴുതി തള്ളി ഒരേ ഒരു പാർട്ടിയേ ഉള്ളൂ, അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. കൃത്യമായി പിണറായിയും അതുപോലെ തന്നെ മോദിയും എല്ലാം വിമർശിച്ച് തന്നെയാണ് രാഹുൽ ഗാന്ധി പാലക്കാട് നിന്ന് മടങ്ങുന്നത്. വലിയ രീതിയിൽ ഭൂരിപക്ഷം വർദ്ധിക്കും പാലക്കാട് എന്നുള്ളൊരു കാര്യം കൂടി ഉറപ്പിക്കാൻ പറ്റും. അല്ലെങ്കിലും 543 സീറ്റുണ്ട്. പൊന്നൊരുക്കണടുത്ത് പൂച്ചയ്ക്ക് എന്ത് കാര്യം എന്നാണ് രാഹുൽ ഗാന്ധി ചോദിക്കേണ്ടത്. 50 സീറ്റ് പോലും മത്സരിക്കാത്ത ആളുകളാണ് ഫാസിസ്റ്റുകൾക്കെതിരെ പോരാടുന്നു പറഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ, ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു സീറ്റിൽ CPM BJPയുമായി നേരിട്ട് ഏറ്റുമുട്ടുന്നുണ്ടെങ്കിൽ VK ശ്രീകണ്ഠൻ മൊട്ടയടിക്കാൻ തയ്യാറാണ്. BJP ആയിട്ട് കോൺഗ്രസ് നേരിട്ട് കേരളത്തിൽ മത്സരിക്കുന്ന ഒരു സീറ്റാണ് പാലക്കാട് എന്ന് പറയുന്നത്. രാഹുൽ ഗാന്ധിയും കൂടി ഇവിടേക്ക് എത്തിക്കുന്നു. നേരത്തെ മോദി എല്ലാം വന്ന് വലിയ പ്രചരണം. മോദി വന്ന് ഒന്നും മിണ്ടിയില്ല. രാഹുൽ ഗാന്ധി ഇന്ത്യയിലെ പാവപ്പെട്ടവരുടെ മുഴുവൻ കാര്യം പറഞ്ഞു. അതാണ് മോദിയും രാഹുൽ ഗാന്ധിയും തമ്മിലുള്ള വ്യത്യാസം. മോദി ഇവിടെ വന്ന് കൈ കാണിച്ച് ടാറ്റ കാണിച്ചു പോയി. അപ്പം ചില ആൾ പറഞ്ഞു, മോദി എന്താ കൈ ഉയർത്തി കോൺഗ്രസിന് വോട്ട് ചെയ്യണമെന്ന് പറയുന്നതെന്ന് ചോദിച്ചു. രാഹുൽ ഗാന്ധി അക്കമിട്ട് അടിവരയിട്ട് ഒന്നും എഴുതി വായിച്ചതല്ല. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഇന്ത്യയെക്കുറിച്ച് എല്ലാ തരത്തിലുള്ള ആഗ്രഹങ്ങളും അദ്ദേഹത്തിൻ്റെ ആവശ്യങ്ങളും ദീർഘവീക്ഷണമുണ്ട്. കാരണം ഇന്ത്യയിൽ ഇതുപോലെ കാശ്മീർ മുതൽ കന്യാകുമാരി വരെ എല്ലാ വിഭാഗം ജനങ്ങളെയും, കോടിക്കണക്കിന് ജനങ്ങളെ നെഞ്ചോട് ചേർത്ത് വെച്ച വേറെ ഏതൊരു രാഷ്ട്രീയ നേതാവ് ഇന്ത്യയിലുണ്ട്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അഭിമാനമാണ് രാഹുൽ ഗാന്ധി. രാഹുൽ ഗാന്ധി വന്നു പോയതിന് പിന്നാലെ സ്ഥാനാർത്ഥിയുടെ ഓരോ വാക്കുകളിലും വലിയ ആത്മവിശ്വാസവും സന്തോഷവും കാണാൻ കഴിയില്ലെങ്കിലും ആത്മവിശ്വാസത്തിന് ഒരു കുറവും പാലക്കാട്ടില്ല. രാഹുൽ ഗാന്ധി വന്നാൽ ഞങ്ങളുടെ സിരകളിലെ രക്തം അതിശക്തമായിട്ട് ഓടും, ഒരു സംശയവുമില്ല. നിങ്ങൾ ജീവൻ പോലും പണയം വെക്കാൻ, രാഹുൽ ഗാന്ധിക്ക് വേണ്ടി ജീവൻ കളയാൻ ആയിരക്കണക്കിന് ആളുകൾ തയ്യാറാണ്. പാലക്കാട്ടുകാർ ഇത്തവണ ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചു തരുമെന്ന് ഒരു പ്രതീക്ഷ കൂടി. ജനങ്ങളാണ് തീരുമാനിക്കും. ഇതുപോലത്തെ ജനങ്ങൾ തീരുമാനിക്കും. എന്റെ ഭൂരിപക്ഷം ജനങ്ങൾ തീരുമാനിക്കും, ഉറപ്പാണ്. ഏതായാലും വലിയ പ്രതീക്ഷയിലാണ് പാലക്കാട്ടെ സ്ഥാനാർത്ഥിയും കോൺഗ്രസിന്റെ പ്രവർത്തകരും. രാഹുൽ ഗാന്ധി വന്നു പോയതിനു പിന്നാലെ വീഡിയോ ജേർണലിസ്റ്റ് വിനു സിക്കൊപ്പം റിപ്പോർട്ടർ ഇക്ബാൽ അർക്കൽ, ഇൻ റിപ്പോർട്ടർ, പാലക്കാട്.